നമ്മൾ ഫിസിക്സ് ചാപ്റ്റർ 2 മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മുടെ ഫസ്റ്റ് ടേം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. നമുക്കറിയാം കണ്ടക്ടർ എന്ന് പറയുന്നത് കണ്ടക്ടർ എന്ന് നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്. അതായത് ഇലക്ട്രിസിറ്റി ഒരു വസ്തുവിൽ കൂടെ അല്ലെങ്കിൽ കറണ്ട് ഒരു വസ്തുവിൽ കൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെ കടത്തിവിടുന്ന സബ്സ്റ്റൻസ് ആണെങ്കിൽ നമ്മളതിനെ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന ഒരു വസ്തു അഥവാ ഒരു കണ്ടക്ടർ, ഈ കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്? ഇങ്ങനെ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന ഈ കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യും. ഇതാണ് ഇവിടുത്തെ ബേസിക് കോൺസെപ്റ്റ്. അതായത് കറണ്ട് ഒഴുകുന്ന ഒരു കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടായിരിക്കും? ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യും. ഇതാണ് ഇവിടുത്തെ ബേസിക് കോൺസെപ്റ്റ്. നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സോളിനോയിഡ്. സോളിനോയിഡ് എന്ന് പറഞ്ഞത് ഒരു ഇൻസുലേറ്റഡ് വയർ വൗണ്ട് ഇൻ ദ ഷേപ്പ് ഓഫ് എ ഹെലിക്സ്. അതായത് ഒരു സോഫ്റ്റ് അയൺ കോറിൻ്റെ പുറത്ത് ഒരു വയർ ഇങ്ങനെ ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊരു ഹെലിക്കൽ ഷേപ്പിലാണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് സോളിനോയിഡ്. ഇനി ഈ സംഭവത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇലക്ട്രിസിറ്റി ഇവിടെ പാസ് ചെയ്യുമ്പോൾ ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഇലക്ട്രിസിറ്റി മാറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കറണ്ട് കൊടുക്കാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ മാഗ്നറ്റിസം എന്ന് പറയുന്നത് എപ്പോഴും ടെമ്പററി ആയിരിക്കും. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ മാഗ്നറ്റിസം ഉണ്ടായിരിക്കും. ഇലക്ട്രിസിറ്റി നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിസം അവിടെ തീരും. അങ്ങനത്തെ ആ ഒരു സബ്സ്റ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? സോളിനോയിഡ് എന്ന് വിളിക്കാം. ഇനി ഈ സോളിനോയിഡ് പോളാരിറ്റി കണ്ടുപിടിക്കാൻ പറയും. അതായത് ഇത് നോർത്ത് പോളാണോ അഥവാ സൗത്ത് പോളാണോ ഈ എൻഡ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് നമുക്കറിയാം ക്ലോക്ക് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഇങ്ങനെ അല്ലേ? ഇങ്ങനെയാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയാണ് പോകുന്നത്. ഇതിങ്ങനെ 12, 1, 2, 3 അങ്ങനെ. ഇതാണ് ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? അവിടെ സൗത്ത് പോളായിരിക്കും ഉണ്ടാവുക. ആ ആൻറ്റിൽ സൗത്ത് പോളായിരിക്കും. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് നേരെ റിവേഴ്സ്. അതായത് ഇങ്ങനെ പോവും, ഇങ്ങനെയല്ല ക്ലോക്ക് മൂവ് ചെയ്യുക, ഇങ്ങനെയാണ് ക്ലോക്ക് മൂവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് സൗത്ത് പോളായിരിക്കും. ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോളും, ആൻറ്റി ക്ലോക്ക് വൈസ് നേരെ തിരിച്ചാണെങ്കിൽ അതെന്തായിരിക്കും? നോർത്ത് പോളും ആയിരിക്കും. ഇതൊരു ബേസിക് കോൺസെപ്റ്റാണ് കേട്ടോ, അത് പഠിക്കണം. സോളിനോയിഡ് പോളാരിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വസ്തുക്കൂടെ കറണ്ട് ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ മൂവ് ചെയ്യുന്നു, ഇതാണ് ക്ലോക്ക് വൈസ്. ഇതായിരിക്കും ആ എൻഡായിരിക്കും സൗത്ത് പോള്. ഇനി ആൻറ്റി ക്ലോക്ക് വൈസിൽ കൂടെയാണ് കറണ്ട് മൂവ് ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കും? അത് നോർത്ത് പോളായിരിക്കും. ഇങ്ങനൊരു ബേസിക് കോൺസെപ്റ്റ് പറയുന്നത് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് മുമ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചൊരു ചോദ്യമാണ്. ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത് എപ്പോഴും പോസിറ്റീവ് നിന്ന് എങ്ങോട്ടായിരിക്കും? നെഗറ്റീവിലേക്കായിരിക്കും. എപ്പോഴും കറണ്ട് ഫ്ലോ ചെയ്യുന്നത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇലക്ട്രോൺ ഫ്ലോയുടെ കാര്യമാണ് പറയുന്നത്. ഇലക്ട്രോൺ ഫ്ലോ ഇത് സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഫ്ലോ എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രോൺ എന്തായിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഇലക്ട്രോൺ ഉള്ളത്. അപ്പോൾ ഇതെപ്പോഴും അട്രാക്റ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിനെയാണ് അല്ലേ? നെഗറ്റീവിലേക്ക് പോകാൻ നോക്കില്ല. ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവിലേക്ക് പോകാനേ നോക്കുള്ളൂ. സോ ഈ നെഗറ്റീവിൽ നിന്ന് എപ്പോഴും ആളെങ്ങോട്ട് പോവും? പോസിറ്റീവിലേക്ക് പോവും. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം ശരിക്കും പഠിച്ചു വയ്ക്കുക. ഇലക്ട്രോൺ ഫ്ലോ പഠിച്ചു വെച്ചാൽ മതി. ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ട് അത് പോസിറ്റീവിലേക്ക് പോവും. എന്നാൽ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഈസ് ഫ്രം എ ടു ബി. ഒരു സർക്യൂട്ട് നമ്മൾ സങ്കല്പിച്ചാൽ മതി. അതിലെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞത് എയിൽ നിന്ന് ബിയിലേക്കാണ്. വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രോൺ ഫ്ലോ ത്രൂ ഇറ്റ്? കറണ്ടിൻ്റെ ഡയറക്ഷൻ എയിൽ നിന്ന് ബിയിലേക്കാന്ന് വയ്ക്കും. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഫ്ലോ എങ്ങനെയായിരിക്കും? ബിന്ന് എയിലേക്കായിരിക്കും. കറണ്ട് എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ് ഫ്ലോ ചെയ്യുക. അപ്പോൾ ഇലക്ട്രോൺ എങ്ങനെ ഫ്ലോ ചെയ്യും? നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക്. ശരിക്കും ഇലക്ട്രിസിറ്റി അഥവാ കറണ്ട് എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ തന്നെയാണ്. ഇലക്ട്രിക് കറണ്ട് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണെങ്കിൽ
ഇലക്ട്രോൺ ഫ്ലോ എങ്ങനെയാണ്? നെഗറ്റീവ് എന്ന് പോസിറ്റീവിലേക്ക് ആയിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബാർ മാഗ്നറ്റും കറണ്ട് ക്യാരിങ് ആയിട്ടുള്ള സോളിനോയിഡും. ബാർ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, സാധാരണ ഒരു കാന്തം, നമ്മൾ സാധാരണ കളിക്കുന്നൊരു കാന്തമാണ് എന്ത്, ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത്. കറണ്ട് ക്യാരിങ് സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സോഫ്റ്റ് അയൺ കോറ്, അതുമോ ഹെലിക്കൽ ഷേപ്പിൽ വയറിങ്ങനെ ഇൻസുലേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതാണ് ഒരു സോളിനോയിഡ്, കറണ്ട് ക്യാരിങ് ആയിട്ടുള്ള ഒരു സോളിനോയിഡ്. ബാർ മാഗ്നറ്റിൽ നമുക്കറിയാം പെർമനൻ്റ് ആയിരിക്കും മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഇവിടുത്തെ മാഗ്നറ്റിക് പവറിന് ഒരു മാറ്റവും ഇല്ല, എന്തായിരിക്കുന്നോ അത് തന്നെയായിരിക്കും അവിടുത്തെ മാഗ്നറ്റിസം. എന്നാൽ കറണ്ട് ക്യാരിങ് ആയിട്ടുള്ള സോളിനോയിഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ടെമ്പററി ആയിരിക്കും മാഗ്നറ്റിസം. കറണ്ട് എപ്പോൾ സ്റ്റോപ്പ് ആവുന്നു അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഫ്ലോ എപ്പോൾ നിൽക്കുന്നു അപ്പോൾ അതിന് മാഗ്നറ്റിക് പവർ ഡിസപ്പിയർ ചെയ്യും, മാഗ്നറ്റിക് പവർ ഇല്ലാണ്ടാവും. കറണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവിടെ നമുക്ക് മാഗ്നറ്റിസം പറയാൻ പറ്റുള്ളൂ. സോ വേണമെങ്കിൽ നമുക്ക് കറണ്ട് എടുത്ത് മാറ്റുന്നതോടുകൂടി മാഗ്നറ്റിസം അവിടെ പോവും. അതുകൊണ്ട് അതൊരു ടെമ്പററി ആയിരിക്കും, നിലനിൽക്കുന്നതല്ല. ഇനി ബാർ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് ഗ്രാജുവലി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടുത്തെ മാഗ്നറ്റിക് പവർ എങ്ങനെയായിരിക്കും? സ്ട്രെങ്ത്, ആ മാഗ്നറ്റിക് പവറിൻ്റെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് കറണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ട്രെങ്ത്, മാഗ്നറ്റിക് സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് കറണ്ടിൻ്റെ സാന്നിധ്യത്തിലാണ്, അല്ലെങ്കിൽ കറണ്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഞാനിവിടെ ഒരു സിമ്പിളായിട്ടുള്ള നോട്ട് ചെയ്തേക്കുന്നത്, ശരിക്കും നമ്മൾ ഇതിൻ്റെ പോയിന്റ്സ് ടെക്സ്റ്റിലോ അല്ലെങ്കിൽ ലാബ്രന്തിലോ ഒക്കെ നോക്കി പഠിക്കണം. ഇനി ബാർ മാഗ്നറ്റിൽ മാഗ്നറ്റിക് പവർ കനോട്ട് ബി ഇൻക്രീസ്ഡ്, അതായത് പെർമനൻ്റ് മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിലെ മാഗ്നറ്റിക് പവർ കൂട്ടാനോ കുറയ്ക്കാനോ നമുക്ക് പറ്റില്ല. എന്നാൽ സോളിനോയിഡിൽ നമുക്ക് മാഗ്നറ്റിക് പവറിൻ്റെ സ്ട്രെങ്ത് കൂട്ടാം. നമുക്കറിയാം ഇതൊരു സോഫ്റ്റ് അയൺ കോർ ആണെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ കൂട്ടിയാൽ മതി. ഫസ്റ്റ് പോയിൻ്റാണ്, ആദ്യം തന്നെ അതിൻ്റെ ക്രോസ് സെക്ഷൻ കൂട്ടി കഴിഞ്ഞാൽ മാഗ്നറ്റിക് പവർ കൂട്ടാം. അല്ലെങ്കിൽ ഈ ടേൺസ് കണ്ടില്ലേ, ഈ ടേൺസിൻ്റെ നമ്പേഴ്സ് കൂട്ടിയാലും നമുക്ക് മാഗ്നറ്റിക് പവർ കൂട്ടാം. മൂന്നാമത്തെ കാര്യം, ഇതിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ സ്ട്രെങ്ത് കൂട്ടിയാലും മാഗ്നറ്റിക് പവർ കൂട്ടാം. മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. 3 തരത്തിലാണ് കറണ്ട് ക്യാരിങ് ആയിട്ടുള്ള സോളിനോയിഡിൽ നമ്മൾ മാഗ്നറ്റിക് പവർ ഇൻക്രീസ് ചെയ്യുന്നത്. ഒന്ന്, നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽ ഇൻക്രീസ് ചെയ്യാം, നമ്പർ ഓഫ് കറണ്ട് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് കറണ്ട് ഇൻക്രീസ് ചെയ്യാം. നമ്പർ ഓഫ് കറണ്ട് അല്ല കേട്ടോ, സ്ട്രെങ്ത് ഓഫ് കറണ്ടിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ സോഫ്റ്റ് അയൺ കോറിൻ്റെ ക്രോസ് സെക്ഷൻ ഇത്തിരി വലുത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി മാഗ്നറ്റിക് പവർ കൂടും. ഇനി ബാർ മാഗ്നറ്റിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. സൗത്ത് ആണെങ്കിൽ സൗത്ത്, നോർത്ത് ആണെങ്കിൽ നോർത്ത്. ഇവിടെ പൊളാരിറ്റി നമുക്ക് റിവേഴ്സ് ചെയ്യാം. കറണ്ട് റിവേഴ്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് പൊളാരിറ്റി സൗത്ത് പോളും നോർത്ത് പോളും റിവേഴ്സ് ചെയ്യിക്കാം. ഏതിൽ? കറണ്ട് ക്യാരിങ് കണ്ടക്ടർ അല്ലെങ്കിൽ കറണ്ട് ക്യാരിങ് ആയിട്ടുള്ള സോളിനോയിഡിൽ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2022 SSLCയുടെ മോഡൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോളിനോയിഡ്സ് ആർ യൂസ് ടു മേക്ക് ഇലക്ട്രോമാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോളിനോയിഡ്സ് ഉപയോഗിക്കും. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ഡയറക്ഷൻ ഓഫ് DC കറന്റ് ത്രൂ ദ സോളിനോയിഡ് അറ്റ് ദ എൻഡ് ഫേസിംഗ് അസ് ഇൻ ക്ലോക്ക് വൈസ് വിച്ച് മാഗ്നറ്റിക് പോൾ ഈസ് ഡെവലപ്ഡ്? നോക്കിയേ, ഇവിടെ നോക്കിയേ, എൻഡ് ഫേസിങ് അസ് ഇൻ ക്ലോക്ക് വൈസ്. കണ്ട, ക്ലോക്ക് വൈസ് നമ്മൾ നേരത്തെ വീഡിയോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അതായത് ഇതിങ്ങനെ ക്ലോക്ക് ഇങ്ങനെയാണല്ലോ പോകുന്നത്, 6, 9, ഈ ഡയറക്ഷനിൽ, ഇതാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഈ ഡയറക്ഷനിലാണ് നമ്മളെ ഫേസ് ചെയ്യണമെങ്കിൽ, അതൊന്നും ആലോചിക്കേണ്ട, ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതെപ്പോഴും എന്തായിരിക്കും? സൗത്ത് പോളായിരിക്കും. ഓർക്കട്ടെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അത് സൗത്ത് പോൾ ഡയറക്ഷനിലായിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സജസ്റ്റ് 2 മെത്തേഡ് ടു ഇൻക്രീസ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സോളിനോയിഡ്. സജസ്റ്റ് 2 മെത്തേഡ്, 2 മെത്തേഡ്, ഒരു സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 മെത്തേഡ്. നമ്മൾ 3 മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് എന്താണ്? ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ്. ഒന്നുകിൽ ടേൺസ് കൂട്ടാം, അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് കറണ്ട് കൂട്ടാം, അല്ലെങ്കിൽ ഇൻക്രീസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സോഫ്റ്റ് അയൺ കോർ. ഇങ്ങനെ സോളിനോയിഡ് ആണെങ്കിൽ, ഇതാണ് ഒരു അയൺ കോർ, ഒന്നുകിൽ ഇതിൻ്റെ ഏരിയ കൂട്ടാം, അതായത് ഇൻക്രീസ് ദ ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ സോഫ്റ്റ് അയൺ കോർ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ്, ഇത് എത്ര കൂട്ടും തോറും
മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ഇതിലൂടെ കടത്തിവിടുന്ന കറണ്ടിൻ്റെ സ്ട്രെങ്ത് കൂട്ടിയാലും നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യാം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, പഠിക്കണം. ഇത് 2021 SSLCയിലെ മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മുമ്പത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്, ഇത് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടത്. ഐഡന്റിഫൈ ദ മാഗ്നറ്റിക് പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ സോളിനോയിഡ് അറ്റ് വിച്ച് കറണ്ട് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നേരത്തെ പോലെ തന്നെയാണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചേക്കുന്നതാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. 2021 മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇവിടെ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത് സൗത്ത് പോൾ ആയിരിക്കും. ഇനി ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് ചോദിക്കും. ഐഡന്റിഫൈ ദ മാഗ്നറ്റിക് പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ സോളിനോയിഡ് അറ്റ് വിച്ച് കറണ്ട് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതും? ആൻറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് പോൾ എഴുതണം, ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോൾ ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്.